ശാന്തി. നമ്മളിന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത് 18:1:99 മുരളിയാണ്. ബാബയുടെ അവ്യക്ത മഹാവാക്യത്തിൻ്റെ ടൈറ്റിൽ വർത്തമാൻ സമയ കെ പ്രമാൺ വൈരാഗ്യവൃത്തി കോ എമർജ് കർ സാധന കാ വായുമണ്ഡൽ ബനാവോ. വർത്തമാന സമയത്തിനനുസരിച്ച് വൈരാഗ്യവൃത്തിയെ ഉണർത്തി സാധനയുടെ വായുമണ്ഡലത്തെ സൃഷ്ടിക്കൂ എന്ന് പറയുകയാണ് ബാബ. ആജ് സ്നേഹ കെ സാഗർ बाप दादा अपने अति स्नेही बच्चों से मिल रहे हैं. ഇന്ന് സ്നേഹസാഗരനായ ബാബ് ദാദ തൻ്റെ അതിസ്നേഹികളായ മക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആജ് കാ ദിൻ വിശേഷ സ്നേഹ കാ ദിൻ ഹെ. ജനുവരി 18 വിശേഷത ബാബ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ദിനമാണത്. അമൃത് വേള സെ ലേക്കർ चारों ओर के बच्चे स्नेह की लहरों में लहरा रहे हैं. അമൃതവേള മുതൽ 4 ഭാഗത്തിലെയും മക്കൾ സ്നേഹത്തിൻ്റെ തിരമാലകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ബാബ കണ്ടു. ഹരേക്ക് ബച്ചേ കെ ദിൽ കാ സ്നേഹ ദിലാറാം ബാബ കെ പാസ് പഹൂഞ്ച് ഗയ. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിലെ സ്നേഹം ദിലാരാമൻ ഹൃദയേശ്വരനായ ബാബയുടെ അടുത്ത് എത്തിച്ചേരുകയായിരുന്നു. ബാബ് ദാദാ ബി സബി ബച്ചോ കോ സ്നേഹ കെ റെസ്പോൺസ് മേ സ്നേഹ और സമർപ്പൺ കാ വരദാൻ ദേ രഹേ ഹെ. ബാബ് ദാദയും എല്ലാ കുട്ടികൾക്കും സ്നേഹത്തിന് മറുപടിയായിട്ട് സ്നേഹവും അതോടൊപ്പം ശക്തിശാലികളായി മാറട്ടെ എന്ന വരദാനവും നൽകുന്നു. ആജ് കെ ദിൻ കോ बाप दादा यज्ञ की स्थापना में विश्व परिवर्तन का दिन कहते हैं. ജനുവരി 18 ബാബ് ദാദ യജ്ഞത്തിൻ്റെ സ്ഥാപനയിൽ വിശ്വ പരിവർത്തനത്തിൻ്റെ ദിനം എന്നാണ് വിളിക്കുന്നത്. ആജ് കെ ദിൻ ബ്രഹ്മ ബാപ്പ് गुप्त रूप में बैकबोन बन अपने बच्चों को साकार रूप में विश्व के मंच पर प्रत्यक्ष किया. ജനുവരി 18 വിശേഷത ഇതാണ്. ആ ദിനത്തിലാണ് ബ്രഹ്മ ബാബ ഗുപ്തരൂപത്തിലേക്ക് പോയി ബാക്ക് ബോൺ നട്ടെല്ലായി മാറിക്കൊണ്ട് എന്ത് ചെയ്തു ബാബ? തൻ്റെ മക്കളെ സാകാര രൂപത്തിൽ വിശ്വത്തിൻ്റെ സ്റ്റേജിൽ ബാബ പ്രത്യക്ഷപ്പെടുത്തി. इसलिए इस दिवस को बच्चों के प्रत्यक्षता का दिन कहा जाता है. അതുകൊണ്ട് ജനുവരി 18 പറയുന്ന മറ്റൊരു പേര് ഇതാണ്. ബ്രഹ്മബാബ അവ്യക്തമായ ദിവസമാണ്. അതുപോലെ മക്കളുടെ പ്രത്യക്ഷത, കുട്ടികൾ പ്രത്യക്ഷത്തിലേക്ക് വന്ന ദിനമാണ്. സമർത്ഥ ദിവസ് ബി കഹത്തെ ഹെ, ശക്തിശാലി ദിനം എന്നും പറയും. വിൽ പവർ ദേനെ കാ ദിവസ് കഹത്തെ ഹെ, ശക്തി ബാബ നിറച്ചു കൊടുത്ത ദിനം എന്നും പറയാം. ब्रह्मा बाप गुप्त रूप में कार्य करा रहा है. ബ്രഹ്മ ബാബ ഗുപ്ത രൂപത്തിൽ കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അലഗ് നഹി ഹെ സാത്ത് ഹി ഹെ. ബാബ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, വിട്ടുപോയിട്ടൊന്നുമില്ല, കൂടെ തന്നെയുണ്ട്. സിർഫ് ഗുപ്ത രൂപ് മേ കരാ രഹാ ഹെ. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഗുപ്ത രൂപത്തിൽ ഇരുന്നു കൊണ്ടാണ് ബാബ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യ അവ്യക്ത ദിവസ് ബച്ചോ കെ കാര്യക്കോ തീവ്രഗതി മേ ലാനെ കാ ദിവസ് ഹെ. ഈ അവ്യക്ത ദിവസം കുട്ടികൾ തൻ്റെ കാര്യത്തെ സ്പീഡാക്കി മാറ്റിയ ദിവസം എന്നും പറയാം. അബീബി ഹരേക്ക് ബച്ചേ കി ഛത്ര ഛായ ബൻ പാലന കാ കർത്തവ്യ കർ രഹേ ഹെ. നോക്കിക്കഴിഞ്ഞാൽ ബാബ ഒരു കുടക്കീഴായിട്ട് മാറി. തൻ്റെ മക്കളുടെ പാലനയുടെ കർത്തവ്യമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജैसे മാ ബച്ചോ കെ ലിയേ ഛത്ര ഛായ ഹോത്തി ഹെ. ഏതുപോലെയാണോ ഒരു അമ്മ തൻ്റെ മക്കൾക്ക് ഒരു കുടക്കീഴായിട്ട് മാറുന്നത്. ऐसे ही अमृत वेला से लेकर ब्रह्मा माँ चारों तरफ के बच्चों की रेख देख करते रहते हैं. അതുപോലെ തന്നെ അമൃതവേള മുതൽ
ബ്രഹ്മബാബയാകുന്ന അമ്മ 4 ഭാഗത്തിലെയും മക്കളുടെ ഭാഗ്യരേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാകാർമേ നിമിത്ത ബച്ചേ ഹേ. ബാബ വ്യക്തമായതിനു ശേഷം ബാബയുടെ കർത്തവ്യത്തെ, ബാബ ചെയ്ത കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സാകാരത്തിൽ അതിനെ പ്രാക്ടിക്കലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് മക്കളാണിപ്പോൾ നിമിത്തം. ലേക്കിൻ ഭാഗ്യവിധാത ബ്രഹ്മാമ ഹർ ബച്ചേക്ക് ഭാഗ്യക്കോ ദേക്ക്. എന്നാൽ ഭാഗ്യവിധാതാവായ ബ്രഹ്മാവാകുന്ന അമ്മ എന്ത് ചെയ്തു? ഓരോ മക്കളുടെയും ഭാഗ്യത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. बच्चों को विशेष शक्ति, हिम्मत, उमंग, उत्साह की पालना करते रहते हैं. വിശേഷിച്ചും ബാബ ശക്തി, ധൈര്യം, ഉന്മേഷ, ഉത്സാഹത്തിൻ്റെ പാലന തൻ്റെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. शिव बाप तो साथ में है ही, लेकिन विशेष ब्रह्मा का पालना पार्ट है. നമ്മൾ കുട്ടികളോടൊപ്പം ശിവബാബയുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ശിവബാബ തന്നെ പറയുക, കുട്ടികളെ വിശേഷിച്ചും ബ്രഹ്മാവാകുന്ന അമ്മ, ആ അമ്മയുടെ പാലനയുടെ പാർട്ടും വിശേഷപ്പെട്ടതാണ്. ആജ് കെ ദിൻ ഭാഗ്യവിധാത ബ്രഹ്മ ഹർ ബच्चे को विशेष स्नेह के रिटर्न में वरदान का भंडारी बन बांटते हैं. ഈ സ്മൃതി ദിവസത്തിൽ ഭാഗ്യവിധാതാവായ ബ്രഹ്മബാബ എന്ത് ചെയ്തു? ഓരോ കുട്ടിക്കും വിശേഷിച്ചും സ്നേഹത്തിൻ്റെ റിട്ടേൺ ആയിട്ട് തൻ്റെ ഭണ്ഡാരത്തെ തുറന്നു വെച്ചുകൊണ്ട് ബാബ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക മക്കൾക്ക്. ജോ ബച്ച ജിतना अव्यक्त स्थिति में स्थित होकर मिलन मनाते हैं, उस हर एक बच्चे को जो वरदान चाहिए वो सहज प्राप्त हो जाता है. ഏതെല്ലാം മക്കളാണോ അവ്യക്ത സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ബാബ്ദാദയുമായി മിലനം ആഘോഷിക്കുന്നത്, ആ കുട്ടികൾക്ക് ബാബ എന്തു ചെയ്യും? തദാസ്തു. ആ കുട്ടികൾ ബാബ്ദാദയിൽ നിന്നും എന്ത് വരദാനമാണോ ആഗ്രഹിക്കുന്നത്, ബാബ സഹജമായിട്ട് അവർക്ക് ആ വരദാനം കൊടുക്കും. വരദാനോ കാ ഖുലാ ഭണ്ഡാർ ഹൈ. ബാബ പറയുന്നു, മക്കളെ ഈ ദിവസം വരദാനങ്ങളുടെ ഭണ്ഡാരം ബാബ തുറന്നു വെച്ചിരിക്കുകയാണ്. ജോ ചാഹിയേ ജിतना चाहिए उतना प्राप्त होने का ശ്രേഷ്ഠ ദിവസ് ഹൈ. ജനുവരി 18 വിശേഷതയാണ്, എത്ര ആഗ്രഹിക്കുന്നോ, ഏത് വരദാനം ആഗ്രഹിക്കുന്നോ അത്രയും ബാബയിൽ നിന്ന് പ്രാപ്തമാക്കാനുള്ള ശ്രേഷ്ഠമായ ദിവസമാണ്. സ്നേഹ കാ റിട്ടേൺ ഹോത്താ ഹേ. നമ്മൾ കുട്ടികളെ ബാബയെ എത്ര സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തിന് ബാബ നമുക്ക് തരുന്ന റിട്ടേൺ എന്തായിരിക്കും? റിട്ടേൺ സഹജ് വരദാൻ കി ഗിഫ്റ്റ്, ബ്ലെസ്സിങ്സ്. ബാബയുടെ അടുത്തുള്ള വരദാനങ്ങളെ ബാബ ഈസി ആയിട്ട് നമുക്ക് തരും. तो गिफ्ट में मेहनत नहीं करनी पड़ती है. ബാബ പറയുന്നു, മക്കളെ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിശ്രമത്തിൻ്റെ കാര്യമൊന്നുമില്ല, സഹജമായിട്ട് പ്രാപ്തി ഉണ്ടാകും. ഗിഫ്റ്റ് മാങ്കി നഹി ജാത്തിയേ. യാചിച്ച് കിട്ടുന്നതിൻ്റെ പേരല്ല സമ്മാനം എന്ന് പറയണം ബാബ. സ്വതവേ പ്രാപ്ത ഹോത്തി. നമ്മൾ ആരെ സ്നേഹിക്കുന്നോ അവർ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നതിൻ്റെ പേരാണ് ഗിഫ്റ്റ്, സമ്മാനം. അല്ലാതെ ബാബ പറയുക യാചിച്ച് കിട്ടുന്ന സാധനത്തിൻ്റെ പേരൊരിക്കലും ഗിഫ്റ്റ് അല്ല, സമ്മാനമല്ല. പുരുഷാർത്ഥ സേ വരദാൻ കെ അനുഭൂതി കി പ്രാപ്തി അലഗ് ചീസ് ഹൈ. പുരുഷാർത്ഥം ചെയ്തിട്ട് ബാബയുടെ അടുത്തുനിന്ന് വരദാനം കിട്ടുക, അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് വേറൊരു കാര്യം, പുരുഷാർത്ഥം ചെയ്തിട്ട്. ലേക്കിൻ ആജ് കെ ദിൻ ബ്രഹ്മാമ സ്നേഹ കെ റിട്ടേൺ മേ വരദാൻ ദേത്തെ. പക്ഷെ ജനുവരി 18 വിശേഷത ഇതാണ്, ബ്രഹ്മാവാകുന്ന അമ്മ സ്നേഹത്തിന് മറുപടിയായിട്ട് സർവ വരദാനങ്ങളും ബ്രാഹ്മണ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. तो आज के दिन सभी ने सहज वरदान प्राप्त होने की अनुभूति की. ബാബ ചോദിക്കുക, ഈ സ്മൃതി ദിവസത്തിൽ സഹജമായും ബാബയിൽ നിന്നും വരദാനങ്ങൾ പ്രാപ്തമായതിൻ്റെ അനുഭൂതി നിങ്ങൾക്കുണ്ടോ? अभी भी सच्चे दिल के स्नेह का रिटर्न वरदान प्राप्त कर सकते हो. സത്യമായ ഹൃദയത്തോടുകൂടി നിങ്ങൾ ബാബയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ബാബ തീർച്ചയായിട്ടും വരദാനങ്ങൾ നൽകും. വരദാൻ പ്രാപ്ത് കർണേ കാ സാധൻ. ബാബ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു കാര്യം പറയാണ്,
ഈശ്വരനിൽ നിന്നും വരദാനങ്ങൾ പ്രാപ്തമാകാനുള്ള മാർഗമാണ് ദിൽ കാ സ്നേഹ്. ഹൃദയേശ്വരനായ ബാബയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ മാത്രമേ സഹജമായിട്ട് നമുക്ക് വരദാനങ്ങൾ കിട്ടുള്ളൂ പറയണം. ജഹാ ദിൽ കാ സ്നേഹ് ഹേ वो स्नेह ऐसा खजाना है जिस खजाने द्वारा बाप दादा द्वारा जो चाहे अविनाशी वरदान को प्राप्त कर सकते हैं. ഏത് കുട്ടിയാണോ ഹൃദയം കൊണ്ട് ബാബയെ സ്നേഹിക്കുന്നത്, സ്നേഹത്തിൻ്റെ അത്രത്തോളം ഖജനാവ് ബാബയിൽ സമർപ്പിക്കുന്നത്, ബാബ് ദാദയിലൂടെ അവിനാശിയായിട്ട് ആ കുട്ടിക്ക് വരദാനങ്ങൾ പ്രാപ്തമാകും. वो स्नेह का खजाना हर बच्चे के पास है. ബാബ്ദാദ ചോദിക്കുകയാണ്, കുട്ടികളെ സ്നേഹത്തിൻ്റെ ട്രഷർ, ഖജനാവ് ബാബ ചോദിക്കുക നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ നമ്മളുടെ അടുത്ത് ബാബയ്ക്ക് കൊടുക്കാൻ? സ്നേഹ കാ ഖജാന ഹേ തബ് തോ പഹുഞ്ചേ ഹേ. ബാബ പറയാ, മക്കളെ സ്നേഹത്തിൻ്റെ ഖജനാവ് ഉണ്ടോ എന്നത് ഒരു ക്വസ്റ്റ്യനേ അല്ല. നിങ്ങൾ ബാബയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മൾ ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നത്. स्नेह खींच कर लाया है और स्नेह में रहना बहुत सहज है. മധുബനിൽ പോവുക, അല്ലെങ്കിൽ ബാബയുടെ വീട്ടിൽ വരിക, ബാബ പറയുക ബാബയുടെ കുട്ടിയായിട്ട് മാറി, ആ സ്നേഹത്തിൽ ആകർഷിച്ച് ബാബയുടെ അടുത്ത് വന്നു, ഈശ്വരീയ സ്നേഹത്തിൽ ജീവിക്കുന്നു. ഇതെല്ലാം എത്ര സഹജമായ കാര്യമാണ്. पुरुषार्थ की मेहनत नहीं करनी पड़ती क्योंकि स्नेह का अनुभव हर आत्मा को होती है ना. പുരുഷാർത്ഥത്തിൻ്റെ പരിശ്രമം, എഫേർട്ടൊന്നുമില്ല. ബാബ തരുന്ന സ്നേഹത്തെ ഏതൊരു ആത്മാവിനും സഹജമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സിറഫ് अब जो बिखरा हुआ स्नेह था, कहा कुछ था, वो बिखरा हुआ स्नेह एक के ही साथ जोड़ लिया. ബാബയുടെ മക്കളായിട്ട് മാറിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കാര്യം ഇതാണ്. അനേക ജന്മങ്ങളായിട്ട് നമ്മൾ കുട്ടികൾ ദേഹധാരികളെ സ്നേഹിച്ചു വന്നു. അതുകൊണ്ട് നമ്മുടെ സ്നേഹം സ്പ്ലിറ്റായതായിരുന്നു. കുറച്ച് അച്ഛന്, കുറച്ച് അമ്മയ്ക്ക്, കുറച്ച് സഹോദരന്, അങ്ങനെ കുറേ പങ്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്നേഹം അവിടെയും ഇവിടെയെല്ലാം. ബാബ പറയാ, ചിന്നിച്ചെതറി പോയിരുന്ന, സ്പ്രെഡായി പോയിരുന്ന സ്നേഹത്തെ എന്ത് ചെയ്തു? അതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരേ ഒരു ബാബയിലേക്ക് നമ്മളെ ഹൃദയത്തെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ക്യോക്കി പെഹലെ അലഗ് അലഗ് സംബന്ധ താ, അബ് ഏക് മേ സർവ സംബന്ധ ഹേ. പരമാത്മാവുമായി ആത്മാവിനുള്ള സംബന്ധം അത് നമ്മൾ തിരിച്ചറിയുന്നത് വരയ്ക്കും അച്ഛൻ ഒരാളായിരുന്നു, അമ്മ ഒരാളായിരുന്നു, ഫ്രണ്ട് ഒരാളായിരുന്നു. പക്ഷെ ബാബ പറയാ, എന്നാണോ നിങ്ങൾ കുട്ടികൾ ബാബ എന്ന് വിളിച്ചത്, തൻ്റെ സർവസംബന്ധങ്ങളെയും ഒരാളിൽ കൂട്ടിച്ചേർത്തത്, അതോടുകൂടി നമ്മളെ ഹൃദയം ബാബയുടെ അടുത്ത് നമ്മൾ സമർപ്പിച്ചു. തോ സഹജ് സർവ സ്നേഹ ഏക് ഹോ ഗയ. അതുകൊണ്ട് സഹജമായും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനും നമ്മൾ ബാബയ്ക്ക് കൊടുത്തു. ഇസ്ലിയെ ഹരേക്ക് കെഹ്താ ഹേ മേരാ ബാബ. ഹൃദയം നമ്മൾ കൊടുത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻ്റെ ബാബ എന്ന് പറയുന്നത്. തോ സ്നേഹ കിസ്സേ ഹോത്താ ഹേ. ബാബ ക്വസ്റ്റ്യൻ ഇടുകയാണ് നമ്മളുടെ മുന്നിലേക്ക്, കുട്ടികളെ ആരോടാണ് സ്നേഹം തോന്നുക നമുക്ക്? മേരേസേ. ആരാണോ എൻ്റേതായിരിക്കുന്നത്, ആരാണോ എനിക്ക് സ്വന്തമായിരിക്കുന്നത്, അവരോടാണ് സ്നേഹം നമുക്ക് തോന്നുക. സബി കെഹത്തെ ഹെന മേരാ ബാബ. ബാബ ചോദിക്കുക, എൻ്റെ എല്ലാ കുട്ടികളും പറയാറില്ലേ എൻ്റെ ബാബ? യാ ദാദിയോ കാ ബാബ ഹേ. എൻ്റെ ബാബ എന്നാണോ പറയാറുള്ളത്, അതോ ദാദിമാരുടെ ബാബ എന്നാണോ പറയാറുള്ളത്, അതോ മഹാരഥികളുടെ ബാബ എന്നാണോ നിങ്ങൾ പറയാറുള്ളത്? സബ്കാ ബാബ ഹേ. ബാബ ദാദിമാരുടെയോ മഹാരഥികളുടെയോ മാത്രമല്ല പറയാ ബാബ, ഞാൻ നിങ്ങൾ എല്ലാ കുട്ടികളുടെയും ബാബയാണ്. ആജ് കെ ദിൻ കിത്തനെ ബാർ ഹരേക് ബച്ചേ കെ ദിൽ സെ ആയ മേരാ ബാബ മേരാ ബാബ. ജനുവരി 18 ദിവസം വിശേഷിച്ചും ബാബ പറയാ, നിങ്ങൾ ഓരോ മക്കളുടെ ഹൃദയവും മിടിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ നിന്ന് ആ ശബ്ദം വന്നിട്ടുണ്ട്, എൻ്റെ ബാബ എൻ്റെയാണ് ബാബ. സബീനെ മേരാ ബാബ കെഹക്കർ റൂഹ റുഹാൻ കീന. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ ബാബ എന്ന് പറഞ്ഞ് ആത്മീയ സംഭാഷണം നടത്തിയില്ലേ? സാരാ ദിൻ ക്യാ കിയ,
മുഴുവൻ ദിവസവും നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്തത്? സ്നേഹക്കെ പുഷ്പ ബാപ് ദാദാക്കോ അർപ്പിത് കിയ. സ്നേഹത്തിൻ്റെ പുഷ്പത്തെ ബാപ് ദാദയ്ക്ക് സമർപ്പിച്ചു. ബാപ് ദാദാ കെ പാസ് സ്നേഹ കെ പുഷ്പ ബഹുത് ബടിയ സെ ബടിയ പഹുഞ്ച് രഹേ തെ. സ്മൃതി ദിവസത്തിൽ സ്നേഹത്തിൻ്റെ വലിയ വലിയ പൂച്ചെണ്ടുകളാണ് ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നത്. സ്നേഹത്തോ ബഹുത് അച്ഛ രഹ. ബാബ പറയൂ, കുട്ടികളെ, നിങ്ങൾ സ്നേഹം കൊണ്ട് എനിക്ക് എന്തെല്ലാം തന്നോ വളരെ നല്ലത്. അബ് ബാബ കെത്തേ ഹെ, ഇനി എന്തു പറയുന്നു ബാബ? സ്നേഹ കാ സ്വരൂപ് സാകാർ മേ എമർജ് കരോ. എനിക്കെൻ്റെ ബാബയെ ഇഷ്ടമാണ്, ഞാൻ ബാബയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, എൻ്റെ ഹൃദയം ബാബയുടെ അടുത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ബാബ ഹോംവർക്ക് തരാണ്, കുട്ടികളെ സ്നേഹത്തിൻ്റെ സ്വരൂപമായിട്ട് മാറൂ. വോ ഹേ സമാന ബന്ന. സ്നേഹസ്വരൂപമായി മാറൂ. ഇത് തന്നെയാണ് ബാബ് സമാനായി മാറുക. अभी ये समान बनने का लक्ष्य तो सभी के पास है. अभी साकार में लक्षण भी दिखाओ. എനിക്ക് ബാബയെ പോലായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷെ ബാബ പറയാ, പ്രാക്ടിക്കൽ ലൈഫിൽ ആ ലക്ഷണം കൂടി നിങ്ങൾ കൊണ്ടുവരൂ. ജിസ് ബി ബच्चे को देखे जो भी मिले संबंध संपर्क में आए उन्हों को ये लक्षण दिखाई दे. ആരെല്ലാം നിങ്ങൾ കുട്ടികളെ കാണുന്നു, ആരുമായി സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നോ, കൂടിക്കാഴ്ച നടത്തുന്നോ, അവർക്കെല്ലാം നിങ്ങളിലൂടെ ഈ ലക്ഷണം കാണപ്പെടണം. ये जैसे परमात्मा बाप ब्रह्मा बाप के गुण है वो बच्चों के सूरत और मूरत से दिखाई दे. കാണുന്ന ആത്മാക്കൾക്ക് തോന്നണം, പരമാത്മാവാകുന്ന അച്ഛൻ അതുപോലെ ബ്രഹ്മബാബയിലുള്ള ഗുണങ്ങൾ അതെല്ലാം ഇവരുടെ മുഖത്തിലും പെരുമാറ്റത്തിലും കാണപ്പെടുന്നുണ്ടല്ലോ. अनुभव करे कि इनके नयन, इनके बोल, इनकी वृत्ति, വൈബ്രേഷൻ ന്യാരെ ഹെ. നമ്മുടെ കണക്ഷനിൽ വരുന്ന ഓരോ ആത്മാക്കളും അവരുടെ ഹൃദയത്തിന് ഫീൽ ചെയ്യണം, അവർക്ക് തോന്നണം, ഈ ആത്മാവിൻ്റെ ദൃഷ്ടി വേറിട്ടതാണ്, ഈ ആത്മാവിൻ്റെ മുഖത്തിലൂടെ വരുന്ന ശബ്ദങ്ങൾ വേറിട്ടതാണ്, ഈ ആത്മാവിൻ്റെ വൃത്തി, വൈബ്രേഷൻ വേറിട്ടതാണ്. മധുബൻ മേ ആത്തേ ഹെ तो बाप ब्रह्मा के कर्म साकार में होने के कारण भूमि में तपस्या, कर्म और त्याग के वाइब्रेशन समाये हुए होने के कारण यहाँ सहज अनुभव करते हैं कि यह संसार न्यारा है. ബാബ നമ്മൾ കുട്ടികൾക്ക് സ്പഷ്ടമാക്കി തരികയാണ്. മധുബൻ ഭൂമിയിൽ നമ്മൾ എത്തിയാൽ, അവിടെ പോയി നമ്മൾ എൻ്റർ ചെയ്തതും ബ്രഹ്മബാബ സാകാരത്തിൽ ജീവിച്ച സ്ഥലമായതുകൊണ്ട് തപസ്യയും ത്യാഗവും കർമ്മവും ബാബ ചെയ്ത ഭൂമിയാണത്. ഇതിൻ്റെ വൈബ്രേഷൻ ആ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവിടെ എത്തുന്ന ഏതൊരു ആത്മാവിനും സഹജമായിട്ട് ഈ അനുഭവം ഉണ്ടാകാറുണ്ട്, മധുബൻ ഭൂമി വേറിട്ടതാണ്. क्योंकि ब्रह्मा बाप और विशेष बच्चों के वाइब्रेशन से വായുമണ്ഡൽ അലൗകിക് ബനാ ഹുവാ ഹെ. മധുബൻ ഭൂമിക്ക് ആ വിശേഷത വരാൻ കാരണം ഒന്ന് ബ്രഹ്മബാബ, മറ്റൊന്ന് വിശേഷപ്പെട്ട ബാബയുടെ മക്കള്. അവരുടെ വൈബ്രേഷനിലൂടെ മധുബൻ്റെ വായുമണ്ഡലം അലൗകികമായിട്ട് മാറി. ऐसे ही जो बच्चा जहाँ भी रहता है, അതുപോലെ നിങ്ങൾ കുട്ടികൾ എവിടെയാണോ ജീവിക്കുന്നത്, നിങ്ങളുടെ കർമ്മക്ഷേത്രം ഏതാണോ, हर एक बच्चे से बाप समान गुण, कर्म और श्रेष्ठ वृत्ति का वायुमंडल അനുഭവ में आए. അതുപോലെ ബാബയ്ക്കു സമാനമായ ഗുണങ്ങളും ബാബ ചെയ്തതുപോലെയുള്ള കർമ്മവും ബാബയുടേതുപോലെയുള്ള ശ്രേഷ്ഠമായ മനോഭാവത്തിൻ്റെയും വായുമണ്ഡലത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കൂ. ഇസ്കോ ബാബ് ദാദ കെഹത്തെ ഹെ ബാബ് സമാൻ ബന്ന. ഇതിനെയാണ് ബാബ് ദാദ പറയുന്നത് ബാബയ്ക്കു സമാനമായി മാറുക എന്ന്. ജോ അഭി തക്ക് സങ്കല്പ് ഹെ ബാബ് സമാൻ ബന്ന ഹി ഹെ. ഇപ്പോൾ വരയ്ക്കും നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ സങ്കല്പമുണ്ട്, എനിക്ക് ബാബയെ പോലായിട്ട് മാറണം. വോ സങ്കല്പ് അഭി ചെഹരെ ഓർ ചലൻ സെ ദിഖായി ദേ. ബാബ പറയും, മക്കളെ, അത് സങ്കല്പ തലത്തിൽ മാത്രം നിന്നാൽ പോരാ, അത് നിങ്ങളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണപ്പെടണം. जो भी संबंध संपर्क में आए उनके दिल से ये आवाज निकले.
ആരെല്ലാം നിങ്ങൾ കുട്ടികളുടെ കണക്ഷനിൽ വരുന്നുണ്ടോ അവരുടെ മുഖത്തിൽ നിന്ന് ഈ ശബ്ദം വരണം, ഈ ആത്മാവ് ബാബയ്ക്കു സമാനമാണ്. ആജ് മൈക്ക് ഖരാബ് ഹെ, മിൽനാ തോ ഹേ ന. ദാദിജിയുടെ ഹെൽത്ത് കുറച്ച് വീക്കായിരുന്നു അന്ന്. അപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് കുറച്ച് വീക്കാണ്, എങ്കിലും എനിക്ക് നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തണമായിരുന്നു. യേ ബി തോ മൈക്ക് ഹേ ന, യേ മൈക്ക് നഹീ ചൽത്താ തോ യേ മൈക്ക് ബി കാം കാ നഹീ. ബാബ സാധാരണ നമ്മൾ പുറത്തുപയോഗിക്കുന്ന മൈക്ക് ഉണ്ടല്ലോ, സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മൈക്ക്, റെക്കോർഡ് ചെയ്യാൻ. ബാബ പറയോ കുട്ടികളെ ആ മൈക്കും പ്രവർത്തിക്കണം. അതുപോലെ ബാബ യൂസ് ചെയ്യുന്ന രഥം, ആ രഥത്തിൻ്റെ മൈക്കും വർക്ക് ചെയ്യണം. ബാബ പറയുക 2 മൈക്കും വിചാരിച്ചാലേ ബാബയുടെ സേവനം നടക്കുള്ളൂ, കൂടിക്കാഴ്ച നടക്കുള്ളൂ, ബാബയുടെ മഹാവാക്യങ്ങൾ ഇത്രയും മക്കൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കോയി ഹർജ നഹി യേ ബി മൗസം കാ ഫൽ ഹൈ. ദാദിജിയുടെ ആരോഗ്യം കുറച്ച് വീക്കാണെങ്കിലും ബാബ തൻ്റെ മക്കളുടെ ഉള്ളിൽ ചിന്ത വരാതിരിക്കാൻ പറയുകയാണ്, കാലാവസ്ഥ മാറിയില്ലേ, അതിൻ്റെ റിസൾട്ട് കൊണ്ടാണ് രഥം കുറച്ച് വീക്കായിരിക്കുന്നത്. तो बाप दादा अभी सभी बच्चों से ये प्रत्यक्षता चाहते हैं. ബാബ് ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ഈ പ്രത്യക്ഷത കാണാനാണ് ആഗ്രഹിക്കുന്നത്. जैसे वाणी द्वारा प्रत्यक्षता करते हो तो वाणी का प्रभाव पड़ता है, उससे भी ज्यादा प्रभाव गुण और कर्म से पड़ता है. ശബ്ദത്തിലൂടെ ബാബയുടെ പ്രത്യക്ഷത ചെയ്യാൻ നമ്മളെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ബാബ പറയുക കുട്ടികളെ ശബ്ദത്തിലൂടെ തന്നെ എത്ര പ്രഭാവം, ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നാൽ ശബ്ദത്തേക്കാൾ കൂടുതൽ പ്രഭാവം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഗുണങ്ങൾക്കും കർമ്മത്തിനുമാണെന്ന് പറയാണ് ബാബ. ഹരേക് ബच्चे के नयनों से यह अनुभव हो कि इनों के नयनों में कोई विशेषता है. ബാബ പറയുന്നു, മക്കളെ നിങ്ങളുടെ നയനങ്ങളിലൂടെ, നേത്രങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഈ അനുഭവം ഉണ്ടാകണം, ഇവരുടെ ദൃഷ്ടി വിശേഷപ്പെട്ടതാണ്. സാധാരണ നഹി അനുഭവ കരെ, നിങ്ങളുടെ ദൃഷ്ടി ഒരിക്കലും സാധാരണമായിട്ട് അവർക്ക് തോന്നരുത്. അലൗകിക ഹേ, അവർക്ക് തോന്നണം അലൗകികമാണ്. ഉനോക്കെ മൻമേ ക്വസ്റ്റ്യൻ ഉഠേ കി യേ കൈസേ ബനെ, കഹാ സേ ബനെ. നിങ്ങളെ കാണുന്ന ആത്മാക്കളുടെ ഉള്ളിൽ ഈ ചോദ്യം ഉയരണം, ഇവരെങ്ങനെയാണ് ഇങ്ങനെയായത്, ഇവരെവിടെയാണ് പോകുന്നത്. സ്വയം ഹി സോച്ചേ ഓർ പൂച്ചേ കി ബനാനെ വാല കോൺ. അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങട്ടെ, അവർ നിങ്ങളോട് ചോദിക്കണം ഇവരെ ഇതുപോലാക്കി മാറ്റിയത് ആരാണ്. जैसे आज कल के समय में भी कोई बढ़िया चीज देखते हैं तो दिल में उठता है कि ये बनाने वाला कौन है. ലോകത്തിൽ പോലും ഒരു സുന്ദരമായ വസ്തു നമ്മൾ കണ്ടാൽ അത് കണ്ട ഉടൻ നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത ഉണരാറുണ്ട്, ഇതാരാണ് സൃഷ്ടിച്ചത്. ऐसे अपने बाप समान बनने की स्थिति द्वारा बाप को प्रत्यक्ष करो. ബാബ പറയൂ കുട്ടികളെ തൻ്റെ നയനങ്ങളിലൂടെ, മുഖത്തിലൂടെ, കർമ്മത്തിലൂടെ, വ്യവഹാരത്തിലൂടെ ബാബയ്ക്കു സമാനമായ സ്ഥിതിയിലൂടെ ബാബയുടെ പ്രത്യക്ഷത ചെയ്തോളൂ. आजकल मेजॉरिटी आत्माएं सोचती है कि क्या इस साकार सृष्टि में, इस वातावरण में रहते हुए ऐसे भी कोई आत्माएं बन सकती है. ലോകത്തിലെ മെജോറിറ്റി ആത്മാക്കളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, സാകാര സൃഷ്ടിയിൽ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതുപോലെയൊക്കെയായിട്ട് മാറാൻ സാധിക്കുമോ. तो आप उन्हों को ये प्रत्यक्ष में दिखाओ कि बन सकता है और हम बने हैं. അങ്ങനെ സംശയിക്കുന്ന കുട്ടികൾക്ക് ബാബ പറയുക, നിങ്ങൾ കുട്ടികളെ തെളിവ് കാണിച്ചു കൊടുക്കൂ, അതായത് ഞങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കാകാൻ സാധിക്കും. ആജ്കൽ പ്രത്യക്ഷ പ്രമാൺ കോ ജ്യാദ മാനത്തെ ഹെ. ബാബ പറയൂ കുട്ടികളെ കേവലം മുഖം കൊണ്ട് നമുക്കായി തീരാം, നമുക്ക് ആകാൻ സാധിക്കും. ബാബ പറയുക നിങ്ങൾ ശബ്ദങ്ങളിലൂടെ പറയുന്നതിനേക്കാളും മനുഷ്യർക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പ്രൂഫാണ്, തെളിവാണ് എല്ലാവർക്കും ഇഷ്ടം. സുന്നേ സേ ബി സ്യാദ ദേഖ്ന ചാഹത്തെ ഹേ. നമ്മൾ പല കാര്യങ്ങളും ശബ്ദങ്ങളിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ബാബ്ദാദ പറയുന്നു കുട്ടികളെ ലോകത്തിന് പറയുന്നത് കാണാനല്ല ഇഷ്ടം, കേൾക്കാനല്ല അവർക്കിഷ്ടം,
അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കാണാനാണ് അവർക്ക് ഇഷ്ടം. चारों और कितने बच्चे हैं, हर एक बच्चा बाप समान प्रत्यक्ष प्रमाण बन जाए तो मानने और जानने में मेहनत नहीं लगती. വിശ്വമെമ്പാടും ഓരോ രാജ്യങ്ങളിലും ബാബയുടെ മക്കളുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും ബാബ് സമാനായിട്ട് മാറാനുള്ള ലക്ഷ്യം വെച്ചാൽ, അതിനുള്ള അടയാളങ്ങൾ നിങ്ങൾ കുട്ടികൾ കാണിച്ചു കൊടുത്താൽ, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നമുക്കും ആയിക്കോട്ടെ, നമ്മളിലുള്ള വിശ്വാസം, അതുപോലെ എത്ര ആത്മാക്കളാണോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരും കാണാൻ ആഗ്രഹിക്കുന്നത് കാണിച്ചു കൊടുക്കും. എന്ത് ചെയ്യും? നമ്മൾ എന്ത് ലക്ഷ്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അത് നമ്മളിലൂടെ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ വേഗം അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാണ് ബാബ. ഫിർ ആപ്കി പ്രജ ബഹുത് ജൽദി ജൽദി തയ്യാർ ഹോ ജായേഗി. നമ്മൾ പ്രാക്ടിക്കൽ സ്വരൂപമായിട്ട് മാറി പിന്നെ ബാബയുടെ ജ്ഞാനം കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ആ ജ്ഞാനം അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മളിൽ കാണുന്ന ഗുണങ്ങളെ അവർ ലൈഫിൽ ഫോളോ ചെയ്യും. ബാബ പറയുക, നിങ്ങളുടെ പ്രജകൾ വേഗം റെഡിയാകാൻ തുടങ്ങും. मेहनत, समय कम और प्रत्यक्ष प्रमाण अनुभव करने से जैसे प्रजा का स्टैम्प लगता जाएगा. കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കൽ പ്രൂഫായിട്ട് മാറിക്കഴിഞ്ഞാൽ ധാരാളം പ്രജകൾ വരാൻ തുടങ്ങും. രാജാ റാണി തോ ബന്നേ വാലേ ഹേ ന. ബാബ ചോദിക്കുക, കുട്ടികളെ ഉറപ്പില്ലേ നിങ്ങൾ രാജാ റാണിയായിട്ട് മാറില്ലേ? ബാബ് ദാദാ ഏക് ബാത്ത് കാ ഫിർ സെ അറ്റൻഷൻ ദിലാ രഹേ ഹേ. ഈ സ്മൃതി ദിനത്തിൽ ബാബ് ദാദ വീണ്ടും ഒരു കാര്യത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറയുകയാണ്. അണ്ടർലൈൻ ചെയ്യണം. വർത്തമാൻ വായുമണ്ഡൽ കെ അനുസാർ മൻമേ ദിൽ സെ അഭി വൈരാഗ്യ വൃത്തി കോ എമർജ് കറോ. ഈ കാര്യമാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. വർത്തമാന വായുമണ്ഡലത്തിനനുസരിച്ച്, പ്രസന്റ് ടൈമിലെ വായുമണ്ഡലത്തിനനുസരിച്ച് മനസ്സിൽ, ഹൃദയത്തിൽ നിന്നും वैराग्य मनोभावते उणर्तिकोळू. बाप दादा ने हर बच्चे को, चाहे प्रवृत्ति में है, चाहे सेवा केंद्र पर है, चाहे कहाँ भी रहते हैं, स्थूल साधन हर एक को दिए हैं. ബാബ്ദാദ കുട്ടികളിൽ നിന്നും കാണുന്നത് ഇതാണ്. പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, സേവാ കേന്ദ്രത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, എവിടെ ജീവിച്ചാലും സ്ഥൂലമായ സാധനങ്ങൾ എല്ലാവരുടെ അടുത്തും ഉണ്ട്. ऐसा कोई बच्चा नहीं जिसके पास खाना पीना रहना इसके साधन नहीं हो. എൻ്റെ അങ്ങനെ ഒരു കുട്ടികൾ പോലും ഇല്ല കഴിക്കാനും കുടിക്കാനും ജീവിക്കാനും സൗകര്യമില്ലാത്ത കുട്ടികൾ. जो बेहद के वैराग्य की वृत्ति में रहते हुए आवश्यक साधन चाहिए वो सबके पास है. പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം വേണമോ ബാബ്ദാദ പറയുന്നു, ആ ആവശ്യമായ സാധനങ്ങളും സംഭവങ്ങളെല്ലാം എൻ്റെ ഓരോ കുട്ടികളുടെ പക്കലും ഉണ്ട്. अगर कोई को कमी है तो वो उसके अपने अलबेलापन या आलस्य के कारण है. ഇനി ബാബ പറയാ, സാധാരണമായിട്ട് വേണ്ട സൗകര്യങ്ങളിൽ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അലസതയുടെയും മടിയുടെ കാരണം കൊണ്ടാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. ബാക്കി ഡ്രാമാനുസാർ ബാപ്ദാദ ജാനത്തെ ഹേ कि आवश्यक साधन सबके पास है. ബാക്കി ബാപ്ദാദയ്ക്ക് ഇതറിയാം, ഒരു ബ്രാഹ്മണന് അത്യാവശ്യം എന്താണോ ആ സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. जो आवश्यक साधन है वो तो चलने ही है. ആവശ്യമുള്ളത് വേണമല്ലോ. ലേക്കിൻ കഹാ കഹാ ആവശ്യകത സേ ബി സ്യാദാ സാധൻ ഹെ. പക്ഷെ ബാബ ഇതും കാണുന്നുണ്ട്, ചിലരുടെ അടുത്ത് ആവശ്യത്തിൽ കൂടുതലും സാധനങ്ങളുണ്ട്. ഇസ്ലിയെ ബാപ് ദാദ ആജ് ബാപ് സമാൻ ബന്നേ കെ ദിവസ് പർ. അതുകൊണ്ട് ബാപ് ദാദ ഇന്ന് ബാപ് സമാനായിട്ട് മാറാനുള്ള ദിവസത്തിൽ വിശേഷിച്ചും അണ്ടർലൈൻ ചെയ്യിപ്പിക്കുകയാണ്. അണ്ടർലൈൻ ചെയ്യണം ഇനി പറയുന്ന സെൻറ്റൻസ്. कि साधनों के प्रयोग का अनुभव बहुत किया, जो किया वो भी बहुत अच्छा किया, अब साधना को बढ़ाना, अर्थात बेहद की वैराग्य वृत्ति को लाना. ബാബ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് സാധനങ്ങളെ ധാരാളം പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നു.
നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെ നമ്മൾ ധാരാളം യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്തിനെല്ലാം ഉപയോഗിച്ചോ നല്ലതിനുപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ തൻ്റെ സാധനയെ വർദ്ധിപ്പിച്ചോളൂ പറയാണ് ബാബ. അർത്ഥം പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിലേക്ക് വന്നോളൂ. ब्रह्मा बाप को देखा, लास्ट घड़ी तक बच्चों को साधन बहुत दिए, लेकिन स्वयं साधनों के प्रयोग से दूर रहे. ബാബ് സമാനായിട്ട് മാറാൻ ലക്ഷ്യമുള്ള മക്കളാണെങ്കിൽ ബാബ് ദാദ ഒരു പ്രാക്ടിക്കൽ പ്രൂഫ് കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക്. ബ്രഹ്മ ബാബയുടെ ജീവിതം നിങ്ങൾ കണ്ടുവല്ലോ. അന്തിമ നിമിഷം വരയ്ക്കും സർവ്വസാധനങ്ങളും സൗകര്യങ്ങളും തൻ്റെ മക്കൾക്ക് ബാബ കൊടുത്തു. എന്നിട്ട് സാധനങ്ങളെ യൂസ് ചെയ്യുന്നതിൽ നിന്ന് ബാബ എത്രത്തോളം വേറിട്ടിരിക്കാൻ പറ്റുമോ, ദൂരെ ഇരിക്കാൻ പറ്റുമോ, കുറച്ചുപയോഗിക്കാൻ പറ്റുമോ, ബാബയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഹോത്തേ ഹുയേ ദൂര രഹന, ഒന്നും യത്നത്തിൽ ഇല്ലാതിരുന്നിട്ടില്ല. പക്ഷെ ബാബ പറയ കുട്ടികളെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഉള്ളപ്പോഴും അതിൽ നിന്ന് വേറിട്ടിരിക്കാൻ പറ്റണം. അതിൻ്റെ പേരാണ് വൈരാഗ്യം. लेकिन कुछ है ही नहीं और कहे कि हमको तो वैराग्य है, हम तो है ही वैरागी, तो वो कैसे होगा? പക്ഷെ ചിലരുണ്ട് തൻ്റെ കയ്യിൽ എല്ലാം ഇല്ല, ചിലപ്പോൾ നിറവുമില്ല, പക്ഷെ അവരെന്ത് പറയും? ഞാനാണ് സത്യമായ വൈരാഗ്യമുള്ള ആൾ, വൈരാഗി. ബാബ ചോദിക്കാതെ എങ്ങനെയാവും? വോ തോ ബാത്തി അലഗ് ഹേ, ഒന്നുമില്ല അപ്പം എനിക്ക് വൈരാഗ്യമുണ്ട്, ഞാൻ വൈരാഗിയാണെന്ന് പറയുന്നത് ബാബ പറയുക കുട്ടികളെ അത് വേറൊരു കാര്യം. അത് എളുപ്പമാണ്. പിന്നെ സബ് കുച്ച് ഹോത്തേ ഹുയേ नॉलेज और विश्व कल्याण की भावना से बाप को स्वयं को प्रत्यक्ष करने की भावना से अपनी साधनों के बजाय बेहद की वैराग्य वृत्ति हो. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഇതിൽ ശ്രദ്ധിച്ചോളൂ. എല്ലാം ഉള്ളപ്പോഴും ജ്ഞാനം, അതോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഭാവനയിലൂടെ ബാബയുടെയും സ്വയത്തിൻ്റെയും പ്രത്യക്ഷത ചെയ്യുന്ന ഭാവനയിലൂടെ എല്ലാ സാധനങ്ങളിൽ നിന്നും തൻ്റെ ബുദ്ധിയെ വേർപെടുത്താനും പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ജൈസേ സ്ഥാപന കെ ആദി മേ സാധൻ കം നഹീ ഥേ. ബാബ പറയോ കുട്ടികളെ, യജ്ഞം ആരംഭിച്ച സമയത്ത്, സ്ഥാപനയുടെ സമയത്ത് യജ്ഞത്തിൽ സാധനങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, സൗകര്യങ്ങൾക്ക്. ലേക്കിൻ ബേഹദ് കെ വൈരാഗ്യ വൃത്തിക്ക് ഭട്ടി മേ പടേ ഹുയേ ഥേ. പക്ഷെ ബാബ എന്ത് ചെയ്തു? പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിൻ്റെ ചൂളയിൽ, ഭട്ടിയിൽ കുട്ടികളെ ഇരുത്തി. യെ 14 वर्ष जो तपस्या की, ये बेहद के वैराग्य वृत्ति का वायुमंडल था. 14 വർഷം ബാബ മക്കളെ കൊണ്ട് തപസ് ചെയ്യിപ്പിച്ചു. പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിൻ്റെ വായുമണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് അതിലൂടെയാണ്. ബാബ് ദാദാനെ സബി സാധൻ ബഹുത്ത് ദിയേ ഹേ, സാധനോ കി അബി കോയി കമി നഹി ഹേ. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ബാബ തന്നിട്ടുണ്ട്, ഒരു കുറവും നിങ്ങൾക്കില്ല പറയാണ് ബാബ. ലേക്കിൻ ഹോത്തേ ഹുയേ ബേഹദ് കാ വൈരാഗ്യ ഹോ. പക്ഷെ എല്ലാം ഉള്ളപ്പോഴും പരിധിയില്ലാത്ത വൈരാഗ്യമായിട്ട് മാറണം. വിശ്വ की आत्माओं के कल्याण के प्रति भी इस समय इस विधि की आवश्यकता है. വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളത്തിനു വേണ്ടി ഈ സമയത്ത് ഈ വിധിയാണ് ആവശ്യമായിട്ടുള്ളത്. ഏത് വിധിയാണ്? നമ്മൾ തന്നെ വ്യക്തികളിലും വസ്തുക്കളിലും സാഹചര്യങ്ങളിലും പോയിട്ട് ഇപ്പോഴും പ്രതീക്ഷിച്ച് അതിൽ പോയിട്ട് കുടുങ്ങിക്കൊണ്ടിരുന്ന വിശ്വമംഗളത്തിൻ്റെ ഭാവന വരില്ല പറയാണ് ബാബ. അപ്പം ബാബ പറയുക, പരിധിയില്ലാത്ത വൈരാഗ്യം, ആ വിധി ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമേ വിശ്വത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി മംഗളം ചെയ്യാൻ സാധിക്കുള്ളൂ. ചാരോ ഓർ ഇച്ഛായെ ബഡ് രഹി ഹെ. ബാബ നമ്മളെ ഇച്ഛ മാത്രം അവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിധിയില്ലാത്ത വൈരാഗ്യമുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ ബാബ പറയുക, നിങ്ങൾ ലോകത്തിലൊന്ന് കണ്ണോടിച്ചു നോക്കൂ, മനുഷ്യരുടെ ഇച്ഛകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ഛാവോ കെ വശ് ആത്മായെ പരേശാൻ ഹെ. ഇച്ഛകൾ കൂടിക്കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാഹെ പദം പതി ബി ഹെ, ലേക്കിൻ ഇച്ഛാവോ സെ വോ ബി പരേശാൻ. കോടീശ്വരനായിരിക്കാം, പക്ഷെ ബാബ പറയും അവരുടെ ഉള്ളിലും ആഗ്രഹങ്ങളുണ്ട്. അത് സാധിക്കാതെ വരുമ്പോൾ അവരും ഡിസ്റ്റർബ്ഡ് ആകും. വായുമണ്ഡൽ മേ
आत्माओं की परेशानी का विशेष कारण यह हद की इच्छाएं है. ബാബ പറയുക, കുട്ടികളെ, വായുമണ്ഡലത്തിൽ ഇത്രമാത്രം ആ നെഗറ്റീവ് എനർജി വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനുഷ്യരുടെ ഉള്ളിൽ പരിധിയുള്ള ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. अब आप अपने बेहद की वैराग्य वृत्ति द्वारा उन आत्माओं में भी ये वृत्ति फैलाओ. നമ്മൾ കുട്ടികൾ ചെയ്യേണ്ട സേവനം ഇതാണ്. പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവം ഉള്ളവരായി നമ്മൾ മാറണം. ആ വൃത്തിയെ വിശ്വത്തിലുള്ള എല്ലാ ആത്മാക്കളിലേക്കും സ്പ്രെഡ് ചെയ്യൂ പറയാണ് ബാബ. ആ വായുമണ്ഡലത്തിൻ്റെ എഫക്റ്റ് മറ്റുള്ളവരുടെ മുകളിൽ ഉണ്ടാക്കി കൊടുക്കണം. ആപ്കെ വൈരാഗ്യ വൃത്തിക്ക് വായുമണ്ഡൽ കെ ബിന ആത്മായെ സുഖി ശാന്ത് ബൻ നഹി സക്തി. അതുകൊണ്ട് എപ്പോഴും ഇത് ഓർമ്മിച്ചോളൂ. വിശ്വത്തിലെ ആത്മാക്കൾ എത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, എത്ര അശാന്തി അനുഭവിക്കുന്നുണ്ടോ, അതിൻ്റെ മുഖ്യമായ കാരണം അവരുടെ ഉള്ളിലുള്ള ഇച്ഛകളാണ്. അപ്പം ഇച്ഛകൾ അവരുടെ ഇല്ലാതായാലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? സുഖവും ശാന്തിയും കിട്ടുള്ളൂ. അപ്പം ഇച്ഛകൾ ഇല്ലാതാകണമെങ്കിൽ വൈരാഗ്യ മനോഭാവത്തിൻ്റെ വായുമണ്ഡലത്തെ നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കേണ്ടി വരും. പരേശാനി സെ छूट नहीं सकती. നമ്മൾ അങ്ങനൊരു വായുമണ്ഡലം തയ്യാറാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യരുടെ ബുദ്ധിമുട്ടും കഷ്ടതയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ആപ്പ് വൃക്ഷ की जड़ है. ब्राह्मणों का स्थान वृक्ष में कहाँ दिखाया? जड़ में दिखाया. ബാബ പറയുന്നു, മക്കളെ, നിങ്ങൾ വൃക്ഷത്തിൻ്റെ വേരാണ്. ബ്രാഹ്മണരെ എവിടെയാണ് കാണിച്ചത്? വേരിലല്ലേ കാണിച്ചത്? നിങ്ങളാണ് ഫൗണ്ടേഷൻ, അടിത്തറ. ആപ്കി ലഹർ വിശ്വമേ ഫൈലേഗി. നിങ്ങൾ കുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ എന്താണോ, നമ്മളിൽ നിന്ന് ഒഴുകുന്ന അല വേവ്സ് എന്താണോ, എനർജി വേവ്സ്, അത് വിശ്വം മുഴുവൻ പരക്കും. इसलिए बाप दादा विशेष साकार में ब्रह्मा बाप समान बनने की विधि वैराग्य वृत्ति की तरफ विशेष अटेंशन दिला रहे हैं. അതുകൊണ്ട് ബാബ് ദാദ വിശേഷിച്ചും സാകാരത്തിൽ ബ്രഹ്മബാബയ്ക്കു സമാനമാകൂന്നുള്ള വിധി നമുക്ക് നൽകിയത് അതുകൊണ്ടാണ്. വൈരാഗ്യ മനോഭാവത്തിൽ വിശേഷ ശ്രദ്ധ വയ്ക്കാനും ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ട്. हरेक के अनुभव हो कि ये साधनों वश नहीं साधना में रहने वाले. നമ്മുടെ കണക്ഷനിൽ വരുന്ന ഓരോ ആത്മാക്കൾക്കും ഈ ഫീലിംഗ് ഉണ്ടായിരിക്കണം, ഇവർ സാധനങ്ങളുടെ കൺട്രോള് ജീവിക്കുന്നവരല്ല, സാധനങ്ങളുടെ വശത്തിൽ അതിനടിമപ്പെട്ട് ജീവിക്കുന്നവരല്ല, ഇവർ സാധന ചെയ്യുന്നവരാണ്. ഹോത്തേ ഹുയേ വൈരാഗ്യ വൃത്തി. എല്ലാം ഉപയോഗിച്ചുകൊണ്ടും മനോഭാവം വൈരാഗ്യം നിറഞ്ഞതായിരിക്കണം. आवश्यक साधन यूज करो लेकिन जितना हो सकता है उतना दिल के वैराग्य वृत्ति से साधनों के वशीभूत होकर नहीं. ബാബ ഓർമ്മിപ്പിക്കുന്നു, കുട്ടികളെ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളൂ. ബട്ട്, ഡേഞ്ചർ വാക്കാണ് ബാബയുടെ ബട്ട്. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്തോളൂ. പക്ഷേ എത്രത്തോളം കഴിയുമോ തൻ്റെ മനസ്സിനെ, ഹൃദയത്തെ പരിധിയില്ലാത്ത വൈരാഗ്യത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഒരിക്കലും സാധനങ്ങൾക്ക് വശപ്പെട്ടു പോകരുത്. അബ് ഈ സാധന കാ വായുമണ്ഡൽ ചാരോ ഓർ ബനാവോ. ലോകം മുഴുവൻ സാധനങ്ങളുടെ പിന്നിൽ ഓടുകയാണ്. ബാബ പറയുക, നിങ്ങളും അതിൻ്റെ പിന്നിൽ ഓടിയാൽ എന്താണ് ഡിഫറൻസ്? അതുകൊണ്ട് സാധനയുടെ വായുമണ്ഡലത്തെ നാലു ഭാഗത്തും ക്രിയേറ്റ് ചെയ്യണം. സമയ സമീപ് കെ പ്രമാൺ അഭി സച്ചി തപസ്യ വ സാധന ഹേ ഹി ബേഹദ് കാ വൈരാഗ്യ. ബാബ പറയുന്നു, മക്കളെ, സമയം സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യമായ തപസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സത്യമായ സാധന നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ തപസ്സിൻ്റെ പേരാണ്, ആ സാധനയുടെ പേരാണ് പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയുള്ളവരായിട്ട് മാറുക. സേവാ കാ വിസ്താർ ഇസ് വർഷ മേ ബഹുത് കിയ. ബാബ പറയുക, ഈ വർഷം നിങ്ങൾ കുട്ടികൾ ധാരാളം സേവനങ്ങൾ ചെയ്തു. ഇസ് വർഷ് ചാരോ ഓർ ബഡേ ബഡേ പ്രോഗ്രാം കിയേ. പല സ്ഥലങ്ങളിലും ബാബയുടെ മക്കൾ വലിയ വലിയ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരുന്നു. സേവനത്തിലൂടെ ധാരാളം സഹയോഗി ആത്മാക്കളെ തയ്യാറാക്കി കഴിഞ്ഞു. സമീപ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളെ തയ്യാറാക്കി കഴിഞ്ഞു. ലേക്കിൻ ക്യാ സിർഫ് സഹയോഗി ബനാന. ബാബ പറയില്ലേ,
സഹയോഗി യോഗിയാകും, സഹജയോഗിയാകും. ബാബ ചോദിക്കുക, സഹയോഗിയാക്കി അവരെ അവിടെ നിർത്തിയാൽ മതിയോ? सहयोगी आत्माएं अच्छी अच्छी है, अब उन सहयोगी क्वालिटी ആത്മാവോ കോ സംബന്ധ में लाओ. ആരെല്ലാം സഹയോഗികളായിട്ട് മാറിയിട്ടുണ്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള ആത്മാക്കളാണെന്ന് പറയാണ്. അവരെ ബാബയുടെ യജ്ഞത്തിൽ കൂടുതൽ അടുപ്പിക്കൂ, അനുഭവം കൊടുക്കൂ. സഹയോഗിയിൽ നിന്നും അവരെ സഹജ യോഗിയാക്കി മാറ്റൂ. इसके लिए സഹയോഗികളെ സഹജയോഗിയാക്കി മാറ്റണമെങ്കിൽ ബാബ പറയാ, इसके लिए एक तो സാധന കാ വായുമണ്ഡൽ, ഒന്ന് സാധനയുടെ വായുമണ്ഡലം ഉണ്ടായിരിക്കണം. ദൂസര ബേഹദ് കി വൈരാഗ്യവൃത്തി കാ വായുമണ്ഡൽ, രണ്ടാമത്തേത് പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ മനോഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വായുമണ്ഡലമായിരിക്കണം. इससे सहज സഹയോഗി സഹജയോഗി ബൻ ജായേംഗെ. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലം, അതുപോലെ സാധനയുടെ വായുമണ്ഡലം, ഇത് നമ്മൾ കുട്ടികൾ തയ്യാറാക്കി കഴിഞ്ഞാൽ സഹജമായ സഹയോഗി ആരായിട്ട് മാറും? സഹജയോഗിയായിട്ട് മാറും. ഉനോക്കി സേവ ഭലേ കർത്തേ രഹോ, ലേക്കിൻ സാത്മേ സാധന തപസ്യ കാ വായുമണ്ഡൽ ആവശ്യക് ഹൈ. നിങ്ങൾ കുട്ടികൾ അവരുടെ സേവനമെല്ലാം ചെയ്തുകൊണ്ടിരുന്നോളൂ, പക്ഷേ സാധനയുടെയും തപസ്സിൻ്റെയും വായുമണ്ഡലം കൂടി ആവശ്യമുണ്ട്. അബി ചാരോ ഓർ പവർഫുൾ തപസ്യ കർണി ഹൈ. ബാബ പറയാ, 4 ഭാഗത്തിലുള്ള മക്കളും ശക്തിശാലിയായ തപസ് ചെയ്യണം. जो तपस्या मनसा सेवा के निमित्त बने, ऐसी पवर्फुल सेवा अभी तपस्या से करो. മനസ്സ സേവനത്തിന് നിമിത്തമാണ് നമ്മുടെ തപസ്. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള സേവനം തപസ്സിലൂടെ നടക്കണം. മനസ്സിലൂടെ, അർത്ഥം സങ്കല്പങ്ങളിലൂടെ സേവനം നടക്കണം. സമയ സമീപാരഹ ഹേ, സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിരന്തർ സ്ഥിതിയ ഓർ നിരന്തർ പവർഫുൾ വായുമണ്ഡൽ की आवश्यकता है. ബാബ പറയൂ, കുട്ടികളെ, ബാബ ഏത് സ്ഥിതിയിലാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അതിൽ പെർമനൻ്റ് ആയിട്ടിരിക്കാൻ പറ്റണം. അതുപോലെ ശക്തിശാലിയായ വായുമണ്ഡലത്തിൻ്റെ ആവശ്യകതയും ഉണ്ട്. ബാബ് സമാൻ ബന്നാ ഹേ തോ, ബാബ് സമാനായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തെ കൂടി ധാരണ ചെയ്യേണ്ടി വരും. യഹി ബ്രഹ്മ ബാബ് കി അന്ത് തക് വിശേഷത ദേഖി. ഈ ഒരു വിശേഷതയാണ് അവസാനം വരയ്ക്കും ബ്രഹ്മബാബയിൽ കാണപ്പെട്ടിരുന്നത്. ന വൈഭവോമേ ലഘാവരഹ, വൈഭവങ്ങളോടും ബ്രഹ്മബാബയ്ക്ക് ഒരു ആകർഷണം ഉണ്ടായിരുന്നില്ല. ന ബച്ചോമേ, ഇത്രയും സ്നേഹത്തോടെ ബാബ വളർത്തിയ യജ്ഞനിവാസികളായ മക്കളോടും ബാബയ്ക്ക് മോഹം ഉണ്ടായിരുന്നില്ല. സബ്സെ വൈരാഗ്യവൃത്തി, ശിവബാബയുടെ യജ്ഞത്തെ സംരക്ഷിച്ചു. 100% വിശ്വാസം മക്കളിൽ വെച്ചു. ഹൃദയം നിറഞ്ഞ ബാബ എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷെ ബാബയ്ക്ക് മോഹം ഉണ്ടായിരുന്നില്ല. ബാബയുടെ ഉള്ളിൽ വൈരാഗ്യ വൃത്തി ഉണ്ടായിരുന്നു. तो आज के दिन बाप समान बनने का പാഠ പക്കാ കരോ. ബാബ പറയോ, കുട്ടികളെ, ഈ സ്മൃതി ദിവസത്തിൽ ബാബ് സമാനായിട്ട് മാറുന്ന ഈ പാഠത്തെ ഉറപ്പിച്ചോളൂ. ബസ് ബ്രഹ്മ ബാബ് സമാൻ ബന്ന ഹേ, നിങ്ങൾ ഈ കാര്യത്തിൽ മാത്രം ഉറച്ചിരിക്കൂ, എനിക്ക് ബ്രഹ്മ ബാബയെ പോലായി മാറണം. ഏസ ദൃഢ നിശ്ചയ് അവശ്യാകെ ബടായേക. ഈ ദൃഢമായ നിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കി സബി ബച്ചെ സോച്ച്തേ ഹോംഗെ കി ആജ് പ്രൈസ് മിൽനാ ഹേ. ഇന്ന് കുട്ടികൾ വിചാരിക്കുന്നുണ്ടാകും, ബാബ നമുക്ക് പ്രൈസ് തരുമല്ലോ. അഭി ദേഖോ ചാരോ ഓർ കെ ബച്ചെ തോ ഹേ നഹി, തോ സിർഫ് ആപ് ആയേ ഹുയേ കോ പ്രൈസ് ദേ. ബാബ രസകരമായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വിശ്വത്തിൽ ബാബയ്ക്ക് എത്ര മക്കളുണ്ടോ എല്ലാവരും മധുബനിൽ എത്തിച്ചേർന്നിട്ടില്ലല്ലോ. ഇന്ന് ആരെല്ലാം ഉണ്ടോ അവർക്ക് മാത്രം കൊടുത്താൽ മതിയോ പ്രൈസ് എന്ന് ചോദിക്കുകയാണ് ബാബ. പ്രൈസ് തോ ഹേ ഹി പരന്തു ബാബ്ദാദ കേത്തെ ഹേ. എല്ലാ മക്കൾക്കും ബാബ പ്രൈസ് കൊടുക്കും. പക്ഷെ ബാബ്ദാദ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഹരേക്ക് സാരേ വർഷമേ സർവബന്ധനോ സേ മുക്ത രഹേ. ഈ ഫുൾ ഇയർ, ഈ വർഷം മുഴുവൻ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ട് ജീവിക്കും. കിത്തനെ ബന്ധൻ നിക്കാലേ തേ,
कितने बंधन से स्वप्न तक भी मुक्त, स्वप्न में भी कोई बंधन की रूपरेखा न आई हो, इसको कहते हैं मुक्त. സർവബന്ധനങ്ങളിൽ നിന്നും മുക്തരായ മക്കളുടെ ലിസ്റ്റ് ബാബ നോക്കി. സ്വപ്നത്തിൽ പോലും സങ്കല്പത്തിൽ ആ സൂക്ഷ്മ തലങ്ങളിൽ പോലും ബാബ ചെക്ക് ചെയ്തു ഏതെല്ലാം മക്കളാണ് സമ്പൂർണമായും ബന്ധനമുക്തരായത്. തോ ഹാത്ത് തോ ബഹുത് സഹജ് ഉഠാത്തെ. ബാബ ഏത് ചെക്കിങ്ങിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ചെയ്തോ ചെയ്യുമോ എന്ന് ബാബ ചോദിച്ചാലും ബാബ വളരെ എളുപ്പത്തിൽ നിങ്ങൾ കൈയൊക്കെ ഉയർത്താറുണ്ട്. बाबा को पता है हाथ उठवाएंगे तो बहुत प्रकार के हाथ उठेंगे. ഇനി ബാബ പറയും എനിക്ക് ഈ രഹസ്യവും അറിയാം. കൈ ഉയർത്തു എന്ന് പറഞ്ഞാൽ ഈ കൈ ഉയർത്തുന്നതിൽ പോലും വെറൈറ്റി മക്കളാണ്, പലതരത്തിൽ കൈ ഉയർത്തുന്നവരുണ്ട്. ബാബ് ദാദാക്കോ പതാ ഹെ കിത്നെ തയ്യാർ കോൻ തയ്യാർ. ബാബ പറയോ കുട്ടികളെ, നിങ്ങൾ ഫുള്ളായിട്ട് കൈ ഉയർത്തിയാലും പകുതി കൈ ഉയർത്തിയാലും എങ്ങനെ കൈ ഉയർത്തിയാലും നിങ്ങളുടെ കണക്ക് പുസ്തകം എൻ്റെ അടുത്തുണ്ട് പറയാ ബാബ. ആരെല്ലാം റെഡിയാണ്, ഇനി റെഡിയായ ഓരോരുത്തരും എത്രത്തോളം റെഡിയായി എന്നുള്ളതും ബാബയ്ക്ക് അറിയാം. അബീബി ഓർ അന്തർമുഖി ബൻ സൂക്ഷ്മ ചെക്കിങ് കറോ. ബാബ പറയോ കുട്ടികളെ, ഇപ്പോഴും അന്തർമുഖിയായി മാറി സൂക്ഷ്മത്തിൽ സ്വപരിശോധന ചെയ്തുകൊണ്ടേ പോയിക്കോളൂ. അച്ഛാ കോയി കോ ദുഃഖ നഹീ ദിയ, ലേക്കിൻ ജിतना സുഖ കാ ഖാത്ത ജമാ ഹോനാ ചാഹിയേ ഉത്തനാ കിയ. ചെക്ക് ചെയ്യില്ലേ നമ്മൾ, മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ. ബാബ പറയോ കുട്ടികളെ, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി നോട്ട് ചെയ്തോളൂ. എത്ര സുഖത്തിൻ്റെ ഖജനാവ് ഞാൻ കൊടുക്കണമായിരുന്നോ അത്രത്തോളം ഞാൻ കൊടുത്തോ. നാരാസ് നഹി കിയ, രാസി കിയ, ആരെയും ദുഃഖിപ്പിച്ചില്ലല്ലോ. വ്യർത്ഥ നഹി സോച്ച, വ്യർത്ഥമായതൊന്നും ചിന്തിച്ചില്ലല്ലോ. അതും പോരാ, വ്യർത്ഥത്തിൻ്റെ സ്ഥാനത്ത് ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ എത്ര സമ്പാദ്യമുണ്ടാക്കി എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. സബ്കെ പ്രതി ശുഭഭാവന രക്കി ലേക്കിൻ ശുഭഭാവന കാ റെസ്പോൺസ് മില. ഞാൻ ഇത്ര പേർക്ക് ശുഭഭാവന വെച്ചു എന്ന് പറയില്ലേ, പക്ഷെ ബാബ ചോദിക്കുക കുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പം ശുഭഭാവനയ്ക്ക് റെസ്പോൺസ് എത്ര കിട്ടി അതും ചെക്ക് ചെയ്യൂ. वो चाहे बदले नहीं बदले लेकिन आप उससे संतुष्ट रहे. നിങ്ങൾ ആരോടൊപ്പമാണോ ജീവിക്കുന്നത് ആ ആത്മാക്കളിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടാകാം, ചിലർ പരിവർത്തനപ്പെട്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ബാബ പറയും അവരായോ ഇല്ലയോ, നിങ്ങൾ ആ ആത്മാക്കളിൽ സന്തുഷ്ടമായിരുന്നു. ऐसी സൂക്ഷ്മ ചെക്കിംഗ് ഫിർ ബി അപ്നെ ആപ്കി കറു. ഇങ്ങനെ ബാബ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് സൂക്ഷ്മമായ സ്വപരിശോധന ചെയ്തുകൊണ്ടിരിക്കും. അഗർ ऐसी സൂക്ഷ്മ ചെക്കിംഗ് മേ പാസ് ഹോ തോ ബഹുത് അച്ഛേ. ഇങ്ങനെയുള്ള സൂക്ഷ്മമായ പരിശോധനയിൽ നിങ്ങൾ കുട്ടികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് പറയാണ് ബാബ. ऐसी पास आत्माएं अपने अपने सेवा केंद्र पर चारों ओर सेंटर पर अपना नाम रिजल्ट सब बातों में कितना % रहा, सुख कितनों को दिया, राशि कितने रहे, नाराज को राशि किया कि जो राशि है उसको ही राशि किया. तो ये सब चेकिंग करके पास विथ ऑनर है तो अपना नाम अपने टीचर को लिख करके दो. ബാബ സെൽഫ് ചെക്കിങ്ങിന് വേണ്ടി പറയുകയാണ്. തൻ്റെ പേര് റിസൾട്ട് എല്ലാം നോട്ട് ചെയ്യണം. എത്ര സുഖം അനേകർക്ക് കൊടുത്തു, എത്ര പേരെ ഞാൻ സംതൃപ്തിപ്പെടുത്തി, ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് തൻ്റെ പേര് തൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുക്കൂ. जोन के पास सब नाम इकट्ठा करो, फिर वो जोन वाली ऐसे पास वाली ആത്മാओं के नाम മധുബൻ में भेजे. സബ് സെൻറ്റേഴ്സൊക്കെ സെൻറ്ററിലേക്ക് അയക്കുക, അവിടുന്ന് സോണിലേക്ക് എത്തിക്കുക. അങ്ങനെ സോണിൽ നിന്ന് പാസ്സായ മക്കളുടെ ലിസ്റ്റ് എടുത്തിട്ട് മധുബനിലേക്ക് അയക്കട്ടെ. എന്നിട്ട് ബാബ പ്രൈസ് തരാം, എന്നിട്ട് ക്ലാപ്പ് ചെയ്യാം എന്ന് പറയണം ബാബ. जो ऐसे पास विथ ऑनर होंगे उसको प्राइस मिलना ही चाहिए. ആ ഫിൽട്ടറിങ് ഒക്കെ കഴിയട്ടെ പറയാ ബാബ. എന്നിട്ട് ആരാണോ പദവിയോടുകൂടി ജയിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റിൽ വരുന്നത് അവർക്ക് തീർച്ചയായിട്ടും പ്രൈസ് കിട്ടേണ്ടതാണ്. വോ മിലേംഗേ ഹി, അവർക്കുള്ള പ്രൈസ് ബാബ കൊടുക്കുക തന്നെ ചെയ്യും. ലേക്കിൻ സച്ചി ദിൽസേ, പക്ഷെ ഇതിനെല്ലാം പിന്നിലുള്ളത് എന്താ? സത്യമായ ഹൃദയം വേണം. സച്ചേ ബാപ്കോ അപ്പന സച്ചാ പോത്താ മേൽ ബത്താന, സത്യമായ അച്ഛനോട് തൻ്റെ സത്യമായ കണക്ക്
പറയണം, കൊടുക്കണം, എന്നിട്ട് പ്രൈസ് നേടൂ. ക്യോക്കി ബാപ് ദാദാക്കെ പാസ് സബ്കെ സങ്കൽപ് തോ പഹുഞ്ചത്തെ ഹെ നാ. നിങ്ങൾ കുട്ടികളുടെ സങ്കല്പം ബാപ് ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നുണ്ട്. तो जो हाथ उठाने वाले हैं ना, उसमें बाप दादा ने देखा कि मिक्स बहुत है और बिना समझ के हाथ उठा देते. ബാബ ചോദിക്കുന്ന സമയത്ത് കൈ ഉയർത്തുമ്പോൾ ബാബയ്ക്ക് അറിയുന്നുണ്ട് ചെയ്യാത്ത കുട്ടികളും കൈ ഉയർത്തുന്നുണ്ട്. ബാബയുടെ ചോദ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ വെറുതെ കൈ ഉയർത്തുന്ന മക്കളും ഉണ്ട്. ഇസ്ലിയെ കായിദേ പ്രമാൺ, അതുകൊണ്ട് നിയമം അനുസരിച്ച് പാസ് വിത്ത് ഹോണർ ആകുന്ന കുട്ടികൾക്ക് വളരെ വളരെ മഹിമയുണ്ട് പറയാണ് ബാബ. ऐसे का नाम तो सभी ബ്രാഹ്മണോ മേ പ്രസിദ്ധ ഹോന ചാഹിയന. അങ്ങനെ ആരാണോ പദവിയോടുകൂടി വിജയിക്കുന്നത് അവർ തീർച്ചയായും ബ്രാഹ്മണരുടെ ലോകത്തിൽ പ്രസിദ്ധമാകും. അച്ഛാ ഹേ മെജോറിറ്റീനെ മെഹനത്ത് അച്ചീക്കി. നല്ലതാണ്, മെജോറിറ്റി കുട്ടികളുടെ പരിശ്രമവും വളരെ നല്ലതാണെന്ന് ബാബ കാണുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. ജിനോനെ മെഹനത്ത് കീ ഹെ, ആരെല്ലാം പരിശ്രമം ചെയ്തിട്ടുണ്ടോ ഉനോക്കോ ആജ് പ്രൈസ് കെ ബജായ്. ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടേ ബാബ പ്രൈസ് തരുള്ളൂ. പക്ഷെ എഫേർട്ട് എടുത്ത ഓരോ മക്കൾക്കും പ്രൈസ് തരുന്നില്ലെങ്കിലും ബാബ് ദാദ ആശംസകൾ തരുകയാണ്. ഫിർ പ്രൈസ് തെങ്കെ, റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാബ പ്രൈസും തരും. ടീക്ക് ഹെ നാ. ബാബ ചോദിക്കുകയാണ്, ഓക്കെ ശരിയാണോ? ദൂസരി ബാത്ത് തി കി സബി സോൺ വാലേക്കോ. അടുത്ത കാര്യം ബാബ പറയാണ്, മൈക്കുകളെ കൂട്ടി മധുബനിലേക്ക് വരണം. ബാബയുടെ പരിചയം, ബാബയുടെ പ്രത്യക്ഷത വളരെ വേഗം ചെയ്യുന്ന അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ആത്മാക്കൾ ആരെല്ലാമാണോ അവരെ മധുബൻ ഭൂമിയിലേക്ക് ബാബയുടെ അടുത്തേക്ക് തയ്യാറാക്കി കൊണ്ടുവരും. അബി ക്യാ യാദ് രക്ക. ബാബ ചോദിക്കുക, എത്രയെല്ലാം കേട്ടല്ലോ, നിങ്ങൾ കുട്ടികൾ എന്താണ് ഓർമ്മയിൽ വെച്ചിരിക്കുന്നത്? ബാബയുടെ ഇത്രയും മഹാവാക്യങ്ങൾ കേട്ടു. ഏത് കാര്യത്തെയാണ് അണ്ടർലൈൻ ചെയ്തത്? പരിധിയില്ലാത്ത വൈരാഗ്യം ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അബി ആത്മാവോ കോ ഇച്ഛാവോ സെ ബച്ചാവോ. സർവാത്മാക്കളെയും ഇച്ഛകളിൽ നിന്നും നമ്മളാണ് രക്ഷിക്കേണ്ടത്. കാരണം ഇച്ഛകൾ കൂടി ആ പാവങ്ങൾ വളരെ ദുഃഖിതരാണെന്ന് പറയാണ് ബാബ. വളരെ പരിഭ്രമത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ദയാമനസ്കരായിട്ട് മാറണം. ആ ദയയുടെ അലകൾ പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയിലൂടെ വായുമണ്ഡലം നമ്മൾ സൃഷ്ടിക്കണം. ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിൽ വസിക്കുന്ന ബാബ എത്ര ദയയുടെ സാഗരമാണ്. സർവാത്മാവുക്കോ റഹം കി ദൃഷ്ടി ദോ. ബാബയുടെ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ദയാ സാഗരനായ ബാബയുടെ കൂടെ ഇരുന്ന സർവാത്മാക്കൾക്കും ദൃഷ്ടി കൊടുക്കൂ, വൈബ്രേഷൻ കൊടുക്കൂ. ബസ് അബി പരംധാം മേ ബാപ് കെ സാത്ത് ബൈഠ് ജാവോ. എല്ലാവരും ഒരു സെക്കൻഡ് കൊണ്ട് പരംധാമത്തിൽ നിരാകാരനായ ശിവബാബയുടെ കൂടെ ഇരിക്കും. ദയാസാഗരനായ ബാബ തൻ്റെ ദയയുടെ കിരണങ്ങളിലൂടെ, മംഗളത്തിൻ്റെ കിരണങ്ങളിലൂടെ എന്നെ സമ്പന്നനാക്കി മാറ്റുകയാണ്. ബാബയിൽ നിന്ന് നിറയുന്ന കിരണങ്ങളെ വിശ്വത്തിലുള്ള സർവാത്മാക്കൾക്കും സമർപ്പിക്കും. പരമാത്മാ ശക്തി കിരണങ്ങൾ, ദയയുടെ കിരണങ്ങൾ, പരിവർത്തനപ്പെടാനുള്ള ശക്തി സർവാത്മാക്കളിലും ഉണരുകയാണ്. പരമാത്മാ ശക്തി ഓരോ ആത്മാവിനെയും സ്പർശിച്ച് അവരെ ഉണർത്തുകയാണ്. സോ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ പരംധാമത്തിൽ പോവൂ, ബാബയുടെ അടുത്തിരിക്കൂ, എന്നിട്ട് ദയയുടെ ദൃഷ്ടി കൊടുക്കൂ, വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. जो बाहर भी सुन रहे हैं उनको भी ബാബ ദേഖ് രഹേ ഹെ. മധുബനിൽ ഹാളിൽ സ്ഥലം കിട്ടാത്ത കുട്ടികൾ പുറത്തിരുന്ന് കാണുന്നുണ്ട് ബാബയെ. ബാബ പറയും, ആരെല്ലാം പുറത്തിരിക്കുന്നുണ്ടോ അവരെ ബാബ കാണുന്നുണ്ട്.
बाप दादा दूर नहीं देखते, लेकिन सभी तरफ के बच्चों को सन्मुख देख याद प्यार और मुबारक. ബാബ 4 ഭാഗത്തെയും മക്കളെ കാണുന്നുണ്ടെന്ന് പറയാണ്. ഓർമ്മയും സ്നേഹവും ആശംസയും ബാബ എല്ലാ മക്കൾക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഓർമ്മയുടെ രൂപത്തിൽ സമ്മാനം, അതുപോലെ കത്തുകൾ ഏതൊക്കെ കുട്ടികൾ അയച്ചു അതിനെല്ലാം ബാബ റിട്ടേൺ ആയിട്ട് എന്താ തരുന്നത്? സദാ പറക്കുന്ന കലയിൽ പറക്കുന്ന കുട്ടികൾ സദാ സന്തോഷത്തോടെ ഇരിക്കട്ടെ, സദാ ആരോഗ്യശാലികളായിരിക്കട്ടെ എന്നുള്ള ബ്ലെസ്സിങ് ആണ് ബാബ തരുന്നത്. ചാരോ ഓർക്കെ സർവ അതി സ്നേഹി ബച്ചോക്കോ, 4 ഭാഗത്തെയും വളരെയധികം സ്നേഹികളായ മക്കൾക്ക്. സർവ ചാരോ ഓർക്കെ സാധന കർണേ വാലെ ശ്രേഷ്ഠാത്മാവുക്കോ, 4 ഭാഗത്തിലെയും സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠരായ ആത്മാക്കൾക്ക്. बाप दादा को सारे दिन में बहुत प्यारे प्यारे मीठे मीठे दिल के गीत सुनाने वाले, മുഴുവൻ ദിവസവും വളരെ സ്നേഹത്തിലും സ്നേഹം നിറഞ്ഞ മധുരത്തിലും മധുരമായ പാട്ട്, ഹൃദയത്തിൻ്റെ പാട്ട് ബാബയ്ക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന റുഹാൻ കർണേ വാലെ ശക്തിയൊക്കെ, ആത്മീയ സംഭാഷണം ചെയ്യുന്ന ശക്തികൾക്ക്. ഗുണോ കെ വരദാൻ സെ ചോലി ഭർണേ വാലെ, ഗുണങ്ങളുടെ വരദാനത്തിലൂടെ തൻ്റെ സഞ്ചി നിറയ്ക്കുന്ന. ബാബ് ദാദാക്കോ സബ്കെ ഗീത്ത്, ഖുഷി കെ ഗീത്ത്, സ്നേഹ കെ ഗീത്ത്, रूहानी नशे के गीत, मीठी मीठी बातें बहुत बहुत दिल को लुभाने वाली सुनाई दी. ബാബ്ദാദ എല്ലാ കുട്ടികളുടെ പാട്ടും കേട്ടു എന്ന് പറയാണ്. മക്കൾ സന്തോഷത്തിൻ്റെ പാട്ടുപാടി, സ്നേഹത്തിൻ്റെ പാട്ടുപാടി, ആത്മീയ ലഹരിയുടെ പാട്ടുപാടി, മധുരമായ കാര്യങ്ങൾ, ബാബയുടെ ഹൃദയത്തെ പോലും ആനന്ദിപ്പിച്ച കാര്യങ്ങളാണ് കേൾപ്പിച്ചത്. ബാബ് ദാദാ ബി സുന്നെ ഓർ മിൽനെ മേ ലവ്ലീൻ തേ, നമ്മൾ കുട്ടികൾ പാടിയ പാട്ടും നമ്മൾ ബാബയുടെ കൂടെ ചെയ്ത സംഭാഷണം ഇതെല്ലാം കേൾക്കാനും അനുഭവിക്കാനും ബാബ പോലും ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. तो ऐसे दिल के सच्चे, दिल के आवाज सुनाने वाले बच्चे महान है. ബാബ ഇത്രയും വലിയ ടൈറ്റിലാണ് മുരളി അവസാനിപ്പിക്കുമ്പോൾ തരുന്നത്. അങ്ങനെ ഹൃദയത്തിൽ സത്യത ആരാണോ സൂക്ഷിച്ചിരിക്കുന്നത്, ആരാണോ ഹൃദയത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന മക്കൾ, അവരാണ് എൻ്റെ മഹാനായ മക്കൾ. ഓർ സദാ മഹാൻ രഹേങ്കെ, ഹൃദയം കൊണ്ട് ഈശ്വരനോട് സംഭാഷണം ചെയ്ത മക്കളാണ് നമ്മൾ. നമ്മളുടെ മധുരതയും നമ്മുടെ സ്നേഹവും ഹൃദയവും സർവേശ്വരന് സമർപ്പിച്ച മക്കളാണ് നമ്മൾ. ബാബ പറയാൻ നിങ്ങൾ മഹാനാണ്, സദാ മഹാനായിരിക്കും. ऐसे मीठे मीठे बच्चे സദാ ബേഹദ് കെ വൈരാഗ്യ വൃത്തിക്കോ അപ്നാനെ വാലെ, അങ്ങനെയുള്ള മധുരമായ മക്കൾ, സദാ പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയെ തൻ്റേതാക്കി മാറ്റിയവർ, ദൃഢനിശ്ചയ ബുദ്ധികളായ മക്കൾക്ക്. ബാപ് ദാദ ഏക് കെ ബദലെ പദം ഗുണ റിട്ടേൺ സ്നേഹ ദേ രഹേ ഹേ. ബാപ് ദാദ ഒന്നിന് കോടി മടങ്ങ് റിട്ടേൺ ആയിട്ട് സ്നേഹം സമർപ്പിക്കുകയാണ്. दिला राम के दिल पर रहने वाले सभी बच्चों को बहुत बहुत याद प्यार और നമസ്തേ. ഹൃദയേശ്വരനായ ബാബയ്ക്ക്, ബാബയുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നുണ്ടോ ആ ഓരോ മക്കൾക്കും വളരെ വളരെ ഓർമ്മയും സ്നേഹവും നമസ്കാരവും ബാബ സമർപ്പിക്കുകയാണ്. നമ്മൾ കുട്ടികളും തിരിച്ച് ഓർമ്മയും സ്നേഹവും നമസ്കാരവും ബാബയ്ക്കും ബാബ്ദാദയ്ക്കും സമർപ്പിക്കുകയാണ്. ഓം ശാന്തി.